മാം. ഓക്കെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. JRCM അല്ലെ? യെസ്. ഹസീന മാം വളരെ നന്നായിട്ട് പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ എന്താ പറയാ, ആകാശത്തോളം ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കുക. രാവിലെ തന്നെ ഇങ്ങനെയുള്ള പുകഴ്ത്തലുകളൊക്കെ കേൾക്കുമ്പോഴേ ഒരു സുഖമുണ്ട്. അല്ല, ശരിക്കും ഹസീന മാം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രകള്, ഇപ്പോ RCM സംബന്ധമായിട്ടുള്ള യാത്രകള് ഡെയിലി ഉണ്ട്. അപ്പൊ പലരും ഈ രാവിലെ തന്നെ പ്രോഗ്രാം ചോദിക്കുമ്പോൾ ചില സമയത്ത് ഇപ്പൊ മാം നേരത്തെ പറഞ്ഞു, ഓരോ ദിവസവും അല്ലെ ഇനോഗറേഷൻ ആണ്. RCM ഷോപ്പുകള്, RCM ഔട്ട്ലെറ്റുകള് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇനോഗറേഷൻ ആണ്. അപ്പൊ ശരിക്കും വിളിക്കുന്നുണ്ട്. ഇപ്പൊ മോനു ഡോക്ടർ ഹരിശങ്കർ കൂടി ഞങ്ങളുടെ കൂടെ വന്നപ്പോ ശരി ബിസി ആയി എന്നല്ല ഞാൻ പറയാം, എനിക്ക് ഇതൊരു സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ഓരോ ദിവസവും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോവുക, ആ ഷോപ്പ് ഇനോഗ്രേഷൻ, അവിടെ വരുന്ന ആളുകളെ പരിചയപ്പെടുക, RCMന്റെ ഒരു വിഷൻ, ഞങ്ങളുടെ ഒരു 21 വർഷത്തെ എക്സ്പീരിയൻസ് തുറന്നു പറയാം. അതൊക്കെയെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഇന്ന് കുറച്ചു പേരുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം നമ്മളൊരു ഹാൾ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോ ഒരു ഷോപ്പ് ഇനോഗ്രേഷന് പോകുമ്പോഴോ ഇത്രയും സമയം അല്ലെ, ഞങ്ങളുടെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് എനിക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളോടൊക്കെ ഒരു ചെറിയ ഗ്രൂപ്പിനെ എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു 21 വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നതും RCMന്റെ വിഷൻ തുറന്ന് കാണിക്കുക എന്ന് പറയുന്നതും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഉണർന്ന ഉടനെ അല്ലെ, പല നമ്മൾ ആ പ്രഭാതത്തിൽ ഉണർന്ന നല്ല കാര്യങ്ങള്, നല്ല എക്സ്പീരിയൻസ് ഷെയറിങ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നമ്മുടെ ഫ്യൂച്ചറിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാല് അല്ലെ, അത് തുറന്നു കാണിക്കുക, നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, ഒരു സാധാരണക്കാരന്റെ ജീവിതം മാറ്റിമറിച്ചത് എങ്ങനെയാണ് അല്ലെ. അസാധാരണക്കാരായിട്ട് ആരും ജനിക്കുന്നില്ല, അതാണ് യാഥാർത്ഥ്യം അല്ലെ. നമ്മളൊക്കെ സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാര് അല്ലെ. മുർസാർ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ നിങ്ങൾ ഏത് ലീഡേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അപ്പൊ ഇതിൽ വിജയിച്ച ആളുകളെ നമ്മളൊന്ന് പഠിക്കണം അല്ലെ. അവരെന്ത് ചെയ്തിട്ടാണ് ഈ ഒരു തരത്തിൽ ഒരു അസാധാരണക്കാരനായിട്ട് ഈ ഒരു നിലയിലേക്ക് അല്ലെ, ആ ഒരു പിന്നുകളുടെ ഒരു ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക ഓരോ പിൻ ലെവലുകൾ പലരും. അപ്പൊ അതിന്റെയൊക്കെ പിന്നില് അവർ ചെയ്തിട്ടുള്ള എഫേർട്ട് എന്താണ്, എന്തായിരിക്കും അവരൊക്കെ ഈ ലീഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്, ഇന്ന് അതൊക്കെ ഒന്ന് തുറന്നു കാണിക്കാനും ആ ഒരു പൊസിഷനിലേക്ക് സാധാരണക്കാരായ ഏതൊരാൾക്കും കടന്നു വരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് തരാനും കൂടിയാണ് ഇന്ന് ഞാൻ പ്രഭാതത്തിൽ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത്. അപ്പോ ഒരുപാട് സന്തോഷം ഹസീന മാം. അതുപോലെ തന്നെ അക്ഷയ് സാർ ഉണ്ട് അല്ലെ. അക്ഷയ് സാർ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, നമ്മുടെ മക്കളാണെല്ലാം. അമൃത, അതുപോലെ നമ്മുടെ ലേഡി ലീഡേഴ്സ് ഒക്കെയുള്ള നല്ലൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ TCGയുടെ ഒരു വലിയ സ്വപ്നാണ് വുമൺ എംപവർമെന്റ്. പ്രത്യേകിച്ച് അത് ഞാൻ കണ്ടുവരുന്ന ഒരു ടീമാണ്. അതായത് ലേഡീസ് കൂടുതലായിട്ട് വരുന്ന ഒരു ടീം തന്നെയാണ് നമ്മുടെ എമറാൾഡ് ശൈലേഷ് സാറിന്റെ ടീം എന്ന് പറയുന്നത്, അക്ഷയ് സാറിന്റെ ടീം എന്ന് പറയുന്നത്. കൂടുതൽ ലേഡീസ് അസോസിയേറ്റ് ചെയ്ത്, അത് കണ്ട് പുരുഷന്മാരൊന്നും നെറ്റി ചൊളിക്കരുത് കേട്ടോ. ഓ മാഡം അങ്ങനെ സ്ത്രീകളെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഏതൊരു പുരുഷന്റെ വീട്ടിലും ഒരു സ്ത്രീ ഉണ്ടാവും അല്ലെ. അമ്മയുടെ രൂപത്തില്, ഭാര്യയുടെ രൂപത്തില്, മകളുടെ രൂപത്തില്, അല്ലെങ്കിൽ മരുമകളുടെ ഒക്കെ രൂപത്തിലായിട്ട്, പേരക്കുട്ടിയുടെ ഒക്കെ രൂപത്തിലായിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ട് അല്ലെ. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ TCGയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ശാക്തീകരിച്ചു RCMലൂടെ എന്ന് പറയാൻ സാധിക്കുന്നത് ശരിക്കും ഏറ്റവും വലിയ അഭിമാനമാണ്. കാരണം പല സ്ത്രീകളും നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടാതെ പഴയ പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട്. അവർക്കൊക്കെ ഈക്വലി തിളങ്ങാൻ പറ്റിയ, ഷൈൻ ചെയ്യാൻ പറ്റിയ, ഒരു നല്ല ലേഡി ലീഡർ ആവാൻ പറ്റിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് RCM. ഇന്നത് പ്രൂവ് ചെയ്തു, ഞാൻ നിങ്ങളോട് അത് പറയേണ്ട കാര്യമില്ല. ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, എന്തിനു നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ നോക്കണ്ട, കേരളത്തിൽ തന്നെ നോക്കി, കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ സാലറി വാങ്ങിക്കുന്ന നമ്മുടെ ലേഡി ലീഡേഴ്സ് ധാരാളമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, ഇതൊരു സ്ത്രീയുടെയും വലിയൊരു സ്വപ്നമാണ് സ്വയം പര്യാപ്തത അല്ലെ. ഭർത്താവിനോട് ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെ, മകനെ ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് RCMലുണ്ട്. ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ കഴിയാതെ പോയവരുണ്ടാവാം,
നല്ല ജോലിക്ക് കയറാൻ കഴിയാത്തവരെ, ചിലരുടെയൊക്കെ വലിയ സ്വപ്നമാണ് PSC. എന്റെയൊക്കെ വലിയ സ്വപ്നമായിരുന്നു PSC എന്ന് പറയുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ല കേട്ടോ, പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് എഴുതുക, എല്ലാ കൊല്ലവും എഴുതുമായിരുന്നു 18 വയസ്സ് മുതൽ. പക്ഷെ മൂർത്തി സാറിനെ വിവാഹം കഴിച്ചത് മുതൽ അതങ്ങോട്ട് നിർത്തി. കാരണം എന്താണ്, എനിക്ക് പിന്നെ സാറിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എയർഫോഴ്സ് സ്കൂളുകൾ, അവിടെയൊക്കെ നമുക്ക് ജോലി സാധ്യത ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ MSc കഴിഞ്ഞു, BEd ഉണ്ട്, മാത്സ് ആണ് സബ്ജക്റ്റ്, നല്ല സ്കോപ്പ് ഉണ്ട് എവിടെ പോയാലും ജോലി കിട്ടാനായിട്ട്. അങ്ങനെ വിവാഹശേഷം സാറിന്റെ കൂടെ ചേർന്ന ശേഷം ആ ഒരു PSC എന്നുള്ള സ്വപ്നം പിന്നെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് എയർഫോഴ്സ് സ്കൂളുകളിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അതായത് ഞങ്ങൾ നിന്ന് എയർഫോഴ്സ് സ്റ്റേഷനിലുള്ള എയർഫോഴ്സ് സ്കൂളുകൾ അവിടെ കിട്ടി. അങ്ങനെ ഒരു 7-8 വർഷം ഞാൻ എയർഫോഴ്സ് സ്കൂളിൽ ടീച്ചറായിട്ട് തന്നെ, അധ്യാപികയായിട്ട് തന്നെ തുടർന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പല സ്കൂളുകളിലായിട്ട് കേരളത്തിൽ വന്ന ശേഷം ഞങ്ങൾ ആദ്യത്തെ 3 വർഷം ഇടപ്പള്ളിയിലായിരുന്നു, ഇടപ്പള്ളി അമൃത വിദ്യാലയത്തിൽ. അവിടെ +2 ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂര് പെർമനന്റ് സെറ്റിൽഡ് ആയി. അവിടെ ഭാരതീയ വിദ്യാഭവൻ, അവിടെ എന്ന സ്കൂളിൽ അധ്യാപികയായിട്ട് അവിടെയും 13 വർഷം വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 21-22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപിക തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ PSC കിട്ടുക, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് സ്കെയിലിൽ നമുക്ക് ഈക്വലി ജോലി കിട്ടുന്ന ഒരു പ്രൈവറ്റ് ജോലി, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതായത് വിദ്യാഭ്യാസത്തിന് ഒരുപാട് മുൻതൂക്കം നൽകി ആ വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ, എന്താ പറയാ, നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അത് ശരിക്കും ഒരിക്കലുണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പലരിലും അത് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അങ്ങനെയൊക്കെ സ്വപ്നങ്ങളുള്ളവരുണ്ടാവാം. ഗവൺമെന്റ് സാലറി വാങ്ങിക്കുക. എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ഗവൺമെന്റ് സാലറി തന്നെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ പഠിച്ചിട്ട് ജോലി കിട്ടുന്നതാണ് വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ചിടത്ത് വലിയ കറക്ഷനാണ് എൻ്റെ ജീവിതത്തിലെ RCM എനിക്ക് തന്നിട്ടുള്ളത്. ഇന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് 5 വർഷമായി. ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. കുട്ടികളോടൊപ്പം ഉള്ള ഒരു ജീവിതം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്തിട്ടുള്ള ജോലിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. പക്ഷെ ആ ജോലി 5 വർഷം മുമ്പ് ഉപേക്ഷിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് RCMൽ ധാരാളം സ്ത്രീകൾ കടന്നു വരുന്ന കണ്ടപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം അവർക്ക് ശരിക്കും വുമൺ എംപവർമെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി RCM. കാരണം അത് എന്താ പറയാ, ഞാനത് പറയേണ്ട കാര്യമില്ല. ഇന്നത് പ്രൂഡ് നമുക്ക് ഒരുപാട് പേരെ ഇന്ന് മുൻനിർത്തി കാണിച്ചു കൊടുക്കാനുണ്ട് നല്ല രീതിയിൽ. അതായത് ഒരു അധ്യാപികയാവട്ടെ, ഒരു IAS IPS ഓഫീസറൊക്കെ ആവട്ടെ, അവരൊക്കെ വാങ്ങുന്ന സാലറി, അല്ലെ, അതിനേക്കാളൊക്കെ മുകളിൽ സാലറി വാങ്ങിക്കുന്ന ലേഡി ലീഡേഴ്സ് ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇന്ന് ഞാൻ അവരെയൊക്കെ ഒന്ന് കാണിക്കാനും അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു പടവുകൾ കയറിയിട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തണം. തുടക്കത്തിൽ ആരും വിജയികളായിട്ട് RCMൽ വരുന്നില്ല. എല്ലാവരും ഒരു കൺസ്യൂമർ ആയിട്ടാണ് RCMൽ വരിക. ഞാനും മൂർത്തി സാറും ഒക്കെ, ഞങ്ങളൊക്കെ കൺസ്യൂമർ ആയിട്ടാണ്. റൂബി ഗോപകുമാർ സാറിന്റെ നിർബന്ധ പ്രകാരം പല ഫോളോ അപ്പിന്റെ ഒക്കെ എന്താ പറയാ റിസൾട്ടാണ് ഞങ്ങളുടെയൊക്കെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് പോലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. 2006-ലാണ് മൂർത്തി സാർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ആ മീറ്റിംഗിൽ അദ്ദേഹം എടുത്ത തീരുമാനം എന്റെ സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് RCMനെ ഒരു പ്രൊഫഷനാക്കി എടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ, അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ്, എന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് എന്താ പറയാ വിഷമിപ്പിച്ച ഒരു സന്ദർഭം. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ സാറിന്റെ മുമ്പിൽ പിടിച്ചു നിന്നു. കാരണം കരഞ്ഞ മുഖം കാണിക്കാൻ ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സാറ് വിചാരിച്ചു ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് ആ കാലഘട്ടത്തിൽ. പക്ഷെ സാറിങ്ങനെ വീട് വിട്ട് ഞാൻ അന്ന് മോനും ബാംഗ്ലൂരിലാണ് 2 വർഷം. സാറിന്റെ കുറിച്ച് ചോദിച്ച ഒരു അഡ്രസ്സും ഇല്ല. എവിടെയാണ്, കേരളത്തിൽ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്നുള്ള മറുപടി അദ്ദേഹം അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ബാധ, മനസ്സിനെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് അന്ന് പലരിൽ നിന്നും കിട്ടുന്ന, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മറുപടി. അന്ന് ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നും ഇല്ല. അന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, കുഞ്ഞു മൊബൈൽ ഫോൺ, അതിൽ വല്ലപ്പോഴും വിളിക്കുക, കാരണം ചാർജ് കൂടുതലായിരിക്കും. ഒന്ന് വിളിക്കുക, കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.
മുർസാറിന് മൊബൈലും ഉണ്ടായിരുന്നില്ല, എനിക്കൊന്ന് വിളിക്കാം, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കൊച്ചു മൊബൈൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കരഞ്ഞു വിളിച്ചിട്ടുള്ള ഒരു 2 വർഷമൊക്കെ കടന്നുപോയി. 2008-ലാണ് മൂർത്തി സാർ എനിക്കൊരു ഈ ഒരു അവസരം തന്നത് RCM മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കോഴിക്കോട് വെച്ച്. ഇന്ന് നമ്മൾ ഡയമണ്ട് ആയിരിക്കുന്ന ശ്രീ സുരേന്ദ്ര ഭട്ട് സാർ, അന്ന് അദ്ദേഹം എമറാൾഡാണ്. ആലോചിച്ച് നോക്കണം, വർഷങ്ങൾക്ക് അപ്പുറം, 2008. അദ്ദേഹം എമറാൾഡ് ആയിരിക്കെ ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് കോഴിക്കോട് വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ശരിക്കും മൂർത്തി സാറിൽ എനിക്കൊരു മതിപ്പ് വന്നത്. സാർ എടുത്തൊരു തീരുമാനം അത് എത്രയോ നല്ലതാണ്. കാരണം ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകതകൾ, അത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങുമായിട്ട് അതിന്റെ ഒരു ഡിഫറൻസ്, ഇതൊക്കെ ശരിക്കും അദ്ദേഹം തുറന്നു കാണിച്ചപ്പോൾ, പരസ്യങ്ങളുടെ അമിത സ്വാധീനം മൂലം നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളല്ല എന്ന റിയാലിറ്റി തുറന്നു കാണിച്ച ആ ഒരു മീറ്റിംഗ് ശരിക്കും പറഞ്ഞ ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു. എന്നെ പോലെയുള്ള കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കണ്ണു തുറന്നൊരു മീറ്റിംഗ് തന്നെയായിരുന്നു അത്. ആ മീറ്റിങ്ങിന് ശേഷം ഞാനും തീരുമാനിച്ചു, നീ മൂർത്തി സാറിനോടൊപ്പം എനിക്ക് കിട്ടുന്ന അവധി ദിവസങ്ങളിൽ സാർ ഒറ്റയ്ക്ക് ഫാമിലിയിൽ പോയ RCM പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, ഫാമിലി ആയിട്ട് നിങ്ങൾ RCM പറയുന്നുണ്ടെങ്കിൽ കൂടെ ഞാനും ഉണ്ടാവും. കാരണം അപ്പോഴാണ് ആളുകളിൽ അതിന്റെ വിശ്വാസ്യത ഉണ്ടാവുക. പക്ഷെ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് കാണുന്ന RCMന്റെ രൂപമല്ല അന്ന്. കഷ്ടിച്ച് 14-15 ഉൽപ്പന്നങ്ങൾ ഉള്ള ഒരു സമയത്ത് ആരോഗ്യം എന്നുള്ള ഒരു ടോപ്പിക്, ഹെൽത്ത് എന്നൊരു ടോപ്പിക്ക് പോലും ഞങ്ങൾക്ക് പറയാനില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ, ഈ ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും എന്ന് പറയാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു RCM ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമുക്കൊരു കിറ്റ് ഉണ്ട്, ജോയിനിങ് കിറ്റ്, അത് വെച്ചിട്ടായിരുന്നു പ്രൊമോഷൻ. ജോയിനിങ് മെമ്പർഷിപ്പ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് ശരിക്കും പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവുകൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം RCMന്റെ ഔട്ട്ലെറ്റുകളില്ല. ഉള്ളത് വളരെ 1-2-3 കേരളത്തിൽ ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനും കടകളിലേക്ക് പറഞ്ഞു വിടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട്, പ്രോഡക്റ്റുകളുടെ ദൗർലഭ്യം, എണ്ണം കുറവ്, ആരോഗ്യം ഹെൽത്ത് പറയാനുള്ള ടോപ്പിക്ക് നമുക്കില്ല. അതുപോലെ ഒരു ഹോം മീറ്റിങ്ങിനുള്ള സൗകര്യമില്ല. എന്ത് പറഞ്ഞിട്ടാ ഹോം മീറ്റിംഗ് നടത്തുന്നത്? ഒരു ടേബിളില് കേവലം കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ചിരിക്കുകയല്ലാതെ, ഇവർക്ക് എന്തോ വട്ടാണെന്ന് പറയല്ലാതെ ഒരു വലിയ ഹോം മീറ്റിംഗ് ഒന്നും നടത്താനോ പറയാനോ ഉള്ള സാഹചര്യമില്ല. ഓൺലി ജോയിനിങ് കിറ്റ്, ഓക്കെ, അതിന്റെ PV. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ തുടങ്ങിയ ഒരു കാര്യം 2008 അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ ലോഞ്ച് ചെയ്തു. ഹെൽത്ത് കാർഡ് ഓയിൽ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാല് നമ്മൾ പറയും ഈ കൊയ്ത്തുത്സവം പോലെയാണ്. അന്ന് ഒരു കൊയ്ത്തുത്സവം കഴിഞ്ഞ പ്രതീതിയാ. അതിൽ വന്ന റിസൾട്ടുകൾ ഞങ്ങൾ പറയണ്ട, നമ്മൾ ആരോടും പറയണ്ട, ഹെൽത്ത് അത് ഉപയോഗിച്ചിട്ട് കൺസ്യൂമേഴ്സിന് ഉണ്ടായ റിസൾട്ടുകൾ, അവരുടെ PSC ലെവൽ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ലെവലിലൊക്കെ ഉണ്ടായ ആ ഒരു വ്യത്യാസം, അല്ലെ, സന്തോഷം, ഇതൊക്കെ നമ്മൾ അറിയിച്ചപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ മതിപ്പ് തോന്നിയ ഒരു വർഷം തന്നെയായിരുന്നു ആ 2008. അതുപോലെ 2009 ആകുമ്പോഴേക്കും ന്യൂട്രിചാർജ് 1-2 പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണ്ട, ഇന്ന് ശരിക്കും RCMൽ എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഫയറായ ഞങ്ങൾക്ക് പോലും കൗണ്ട് ചെയ്ത് പറയാൻ പറ്റാത്ത തരത്തിലായി. കാരണം ഓരോ സെഗ്മെന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, ഓരോ പ്രോഡക്റ്റുകൾ കാറ്റഗറി തിരിച്ച് നമ്മൾ എണ്ണി വരുമ്പോൾ അത് പറ്റുന്നില്ല. കാരണം ഇന്നിപ്പോ ഓൺലൈൻ ഡെലിവറി, അല്ലെ, ഓൺലൈൻ പോലും നമുക്ക് ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി കൊടുക്കാം. അത്രയും എന്താ പറയാ, അതുപോലെ തന്നെ നമ്മുടെ വീടിന് പെയിന്റ് അടിക്കണം, ഒവീറ പെയിന്റ് ഉണ്ട്, അല്ലെ, നമ്മുടെ കൃഷിക്കാർക്കായിട്ട് ഹരിത സഞ്ജീവനി, എന്തൊക്കെയാ, ഞാൻ നിങ്ങളെ അതൊക്കെയാണെന്ന് തുറന്നു കാണിക്കാൻ പോകും. ഓരോ സെഗ്മെന്റിലുള്ള തൊഴിലവസരങ്ങൾ, അതുപോലെ സ്ത്രീകൾക്ക് ഇന്ന് ഈ പ്രസ്ഥാനത്തിലൂടെ എങ്ങനെ വിജയിക്കാം, കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങളൊക്കെ കാണാനായിട്ട് വന്നിട്ടുള്ള. ഞാൻ ഒന്ന് PPT ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മാഡം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ 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 മാഡം, കാണാം അല്ലേ? ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കട്ടെ. ഫുൾ സ്ക്രീൻ ആയോ മാം? ഓക്കെ ഓക്കെ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, എംപവർ യുവർ ഇന്നർ ഫെമിനൈൻ. യെസ്, ഇന്ന് എന്റെ ടോപ്പിക് ഇതാണ്.
ഓക്കെ, നമ്മളിലെ ഇപ്പം ഇന്ന് എന്നെ കേൾക്കുന്നവരിലെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അല്ലെ? നമ്മളെയൊക്കെ ശരിക്കും എന്താ പറയാ, ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അസാധാരണക്കാരിയാക്കി മാറ്റുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അർസിയ. നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാണ്. ഒരുപാട് ആളുകളെ കെയർ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് RCMൽ ഒരു ലീഡർ ആവുക എന്ന് പറയുന്നത്, അത് എങ്ങനെയാ റിസൾട്ട്, അത് എങ്ങനെയാ അവർക്ക് സാധിക്കണേന്ന് വെച്ചാൽ ഒരുപാട് പേരെ കെയർ ചെയ്യുക, അല്ലെ? കെയർ ചെയ്യുന്നതിൽ നമുക്ക് കിട്ടുന്ന, സേവനം ചെയ്യുന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ ഓരോ പിൻ ലെവലുകൾ. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ഓരോ കിറ്റ്, ജോയിനിങ് കിറ്റ്, അതൊരു ബിസിനസ് പോലെ തുടക്കത്തില്, കാരണം അന്ന് അത്രയും ഉൽപ്പന്നങ്ങളുള്ളൂ. പക്ഷെ ഇന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും, അല്ലെ, നമുക്ക് ഒരു ആളുടെ ജീവിതത്തിലേക്ക് വേണ്ടതാണ്. അത് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. അവരുടെ കുടുംബത്തിന് മസ്റ്റ് ആയിട്ടും അത് യൂസ് ചെയ്യേണ്ടതാണ്. മറ്റ് ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടം, ഇത് പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ ചെയ്തതൊരു സേവനാണ്. ആ വ്യക്തിയോട്, അവരുടെ കുടുംബത്തിനോട് നമ്മൾ കൊടുത്തൊരു സേവനാണ്. ഇങ്ങനെ കുറേ കുടുംബങ്ങൾ നമ്മൾ ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ, ഈ ഒരു സേവനം നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് കുറേ കുടുംബങ്ങളിലേക്ക്. ആ അങ്ങനെ പിൽക്കാലത്ത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെ, ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കും. കാരണം എന്താണ്, ഈശ്വരൻ പോലും പറയും, നീ ഇത്രയും കാലം ചെയ്ത നിന്റെ കർമ്മമണ്ഡലം നന്നായിരുന്നു, നിനക്കിരിക്കട്ടെ കുറച്ച് ലക്ഷങ്ങൾ. അല്ലെ, ഈ തരത്തില് അനുഗ്രഹം കിട്ടുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് RCM. ഓക്കെ, ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയണ്ട. നേരത്തെ ഹസീന മാഡം പറഞ്ഞ പോലെ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലീഡേഴ്സിനെ ഒക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും, നന്ദിയോടെ. നമ്മളോട് ആരാണോ RCM നമ്മുടെ കൈകളിലേക്ക് തന്നത്, ആ വ്യക്തിയോട് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒക്കെ പിതാവ്, അല്ലെ, അദ്ദേഹത്തെ ഓർക്കാത്ത ദിവസങ്ങളില്ല. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിലുള്ള ലേഡി ഐക്കൺസ് ആണ്. അത് ഇതിൽ ശരിക്കും എല്ലാവരെയും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ഈ PPT തയ്യാറാക്കിയ ശേഷം പോലും ഒരുപാട് ലേഡി ലീഡേഴ്സ് പറഞ്ഞു. ഒരുപാട് ടെക്നിക്കൽ ലെവലിലെ ലേഡി ലീഡേഴ്സ്, അവരെയാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും എന്നും കാണുന്ന ഒരു മുഖം ഈ കൂട്ടത്തിലുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ നോക്കിയത് കാണാം, ഹരിപ്പാടുകാരിയായിട്ടുള്ള സീന അശോക് മാഡം. മാഡം ക്ലാസ് എടുക്കണത് കാണാം, ഒരു വീടിന്റെ മുറ്റത്ത് നിന്ന് ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ ബാക്കി ലേഡി ലീഡേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ കാണാം, പരിചയമില്ലാത്ത മുഖങ്ങൾ ഉണ്ടാവാം. ഇവരൊക്കെ എന്ന് പറഞ്ഞാല് പ്രതിമാസം 60,000 രൂപയ്ക്ക് മുകളിൽ സാലറി വാങ്ങിക്കുന്ന ആളുകൾ, അപ്പോൾ എന്ന ലെവൽ, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത്രയൊക്കെ ഒരു വരുമാനം കിട്ടണമെങ്കിൽ ഇന്നത്തെ സമൂഹത്തില് നമ്മൾ നമ്മുടെ കുട്ടികളെ ഏത് ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെ? ഇന്നിപ്പോ കുട്ടികള് M.Tech കഴിഞ്ഞിട്ടും B.Tech കഴിഞ്ഞിട്ടും ഒക്കെ ഓരോ ഇതിൽ ജോലിക്ക് ചേരുമ്പം തന്നെ അപ്രന്റീസ് എന്നുള്ള രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യുമ്പം പോലും, അല്ലെ, 20,000 25,000 ആ ഒരു സ്കെയിൽ അത്രയും പഠിച്ചിട്ട് ഇവിടെ ഞാൻ ഈ കാണിക്കുന്നവരിൽ സാധാരണക്കാരികളായ വീട്ടമ്മമാരുണ്ട്. വിദ്യാഭ്യാസമുള്ള രമ്യ മാഡത്തിനെ പോലെയുള്ളവരുണ്ട്. അത് വളരെ കുറവാ. പക്ഷെ സാധാരണക്കാരായ വീട്ടമ്മമാര് അവരുടെ സ്വപ്നങ്ങളൊക്കെ മൂടി വെച്ച് ഇനി ഈ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു വിചാരിച്ചിരിക്കുന്ന സമയത്താണ് RCM കയ്യിൽ കിട്ടി. അതിലുള്ള വിശ്വാസം, അല്ലെ, ഒരു അസാധാരണമായി ചിന്തിച്ചതിന്റെ ഫലം. പലരും സാധാരണമായിട്ട് ചിന്തിക്കുക, രാവിലെ എണീക്കുന്നു, ഇപ്പൊ വീട്ടിലെ പണികൾ ഇങ്ങോട്ട് തീരെയില്ല, അല്ലെ, വീട്ടിലെ പണികൾ എത്ര എടുത്താലും തീരില്ല. മക്കളെ പറഞ്ഞയക്കണം, ഭർത്താവിനുള്ളത് തയ്യാറാക്കണം, അച്ഛനും അമ്മയും നോക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പണികൾ തീരുന്നില്ല, രാത്രി വരെ പണികളാണ്. ഈ പറയുന്ന ആളുകളൊക്കെ ഇതെല്ലാം ചെയ്യണവരാ. എന്നിട്ടും ഒരു ടീമിനെ പരിപാലിച്ച് കൊണ്ടുപോയതിന്റെ റിസൾട്ട്, ക്ഷമയോടെ ചേർത്ത് നിർത്തിയതിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞ പേൾ എന്ന പൊസിഷനിൽ അവരെത്തി നിൽക്കുന്നത്. കുറച്ചുപേരെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നല്ലോ. ബാക്കിയുള്ള കുറച്ച് പേൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുള്ള് എല്ലാവരെയും ഒന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയും എത്രയോ പേര് കിടക്കും. കുറച്ച് പേര് ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരുണ്ട്. 60 വയസ്സിന് മുകളിൽ ടെക്നിക്കൽ ലേഡി ലീഡേഴ്സ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഏതൊരു പ്രൊഫഷനിലും 60 വയസ്സോടെ, അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ 60, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ 56ഓട് കൂടി റിട്ടയർ ആവുക. അതോടുകൂടി അവർക്ക് കിട്ടിയ വരുമാനം, അല്ലെ, അതിന്റെ പകുതിയാണ് പിന്നീട് അവർക്ക് കിട്ടണത്. പകുതി തന്നെ ഉണ്ടോ സംശയ, പെൻഷനായിട്ട് കിട്ടണം. ചിലർക്ക് പെൻഷനും ഇല്ല, കാരണം പ്രൈവറ്റിലൊക്കെ അതുപോലെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് എവിടെയാ പെൻഷൻ കിട്ടാനായിട്ട്. ഇവിടെ എന്താ പറയാ, ഒരു നല്ല സ്കെയിലില് 60 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ജോളിമേട്ടൊക്കെ കണ്ട ആളുകളോട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണത്. ആളുകൾക്ക് RCMന്റെ മഹത്വം, പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകത,
ഇതൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന കുറച്ച് ലേഡീസിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, അവരൊക്കെ എന്താണ് ഈ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ നമുക്ക് നോക്കാം. അതിൽ ഞാൻ കുറച്ച് സ്റ്റാർ പേൾ, ഇനി പേൾ കാറ്റഗറി കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാർ പേൾ ആയിട്ട്, അതായത് സ്റ്റാർ പേൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 75,000-നും ഏകദേശം അവരൊരു നിയറസ്റ്റ് 1 lakh സാലറി പെർ മന്ത് മേടിക്കുന്ന, ഇപ്പൊ നമ്മുടെ ഷൈമ മേഡം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ബോണസും കൂടി കിട്ടിയ സമയത്ത് കിട്ടിയ എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ തല കറങ്ങിപ്പോയി എന്നവർ. അപ്പൊ എന്നോട് പറയാ, സ്വർണത്തിനൊക്കെ വില കൂടിക്കോട്ടെ മാഡം, RCM നമുക്ക് തരുന്നുണ്ടല്ലോ, സ്വർണം വാങ്ങിക്കാലോ, മോൾക്ക് ഞാനൊരു ഗോൾഡിന്റെ നെക്ലേസ് മേടിച്ചു കൊടുത്തു, എനിക്ക് ആനുവൽ ബോണസ് കിട്ടിയ സമയത്ത് എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞ വ്യക്തിയാ. പക്ഷെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ഒരു ബില്ലിംഗ് സ്റ്റാഫ്, വെറും ഒരു ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ട് സുജിത് സാറിന്റെ ഷോപ്പിലിരുന്ന് കുറച്ച് സീരിയലുകൾ മാത്രം, RCM ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല, കുറച്ച് സീരിയലുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഷൈമ മാഡം എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട് ഇൻകം കിട്ടിയത് 867 രൂപയാണ് RCM എന്ന സിസ്റ്റത്തിൽ നിന്ന്. ഇപ്പൊ നമ്മൾ അതൊക്കെ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാം, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, അല്ലെ, അതിന്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ കിട്ടിയ ഫസ്റ്റ് ഇൻകാണ് 867 രൂപ. അതിൽ നിന്നും തുടങ്ങിയ ഒരു പ്രയാണം, ഒരു എപ്പോഴോ ഈ പറഞ്ഞ പോലെ സീരിയലുകൾ കണ്ട സമയത്ത് ഒരു സ്പാർക്ക് എവിടെയോ വന്നിട്ടുണ്ടാവാം, RCMന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരു സ്പാർക്ക്. അതിലെടുത്ത തീരുമാനം, ഞാൻ ഇനി ഇങ്ങനെ ഇരുന്ന് സീരിയൽ കണ്ടാൽ പോരാ, ഒരു സാധാരണക്കാരിയെ പോലെ ചിന്തിച്ചാൽ പോരാ, എനിക്ക് കുറച്ച് അസാധാരണമായി ചിന്തിക്കണം എന്ന ആ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ പ്രയാണം ഇന്നൊരു നല്ല ടീം ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റാർ പേൾ എന്ന ലെവലിൽ നിയറസ്റ്റ് 1 lakh സാലറി പെർ മന്ത് വാങ്ങി, പണ്ട് 2-3 ബസ്സിൽ കയറി സുജിത് സാറിന്റെ ഷോപ്പിൽ വന്നയാള് ഇന്നിങ്ങനെ സ്വന്തമായിട്ട് കാറ് വാങ്ങി കാർ ഓടിച്ച് ആ ഷോപ്പിൽ വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഉണ്ടായ ചേഞ്ച്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് സ്റ്റാർ പേൾ സജിത ചന്ദ്രൻ. മാഡത്തിനൊക്കെ തുടക്കം മുതൽ എനിക്കറിയാവുന്ന, ഞാൻ മാഡത്തിനെ കണ്ട ആ ഒരു കാലം ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല മാഡത്തിന് ഈ ഒരു 1 lakh സാലറി കിട്ടുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ലേഡി ആയിട്ട് മാഡം മാറുന്നോ ഒന്നും. കാരണം ഒരു സാധാരണക്കാരിയെ പോലെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പോണതാണ്. അന്ന് മാഡം എന്നോട് പറഞ്ഞത് ഫസ്റ്റ് ഇൻകം കിട്ടിയത് 710 രൂപ, കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവാം, കിട്ടിയ ഒരു ഇൻകാണ് 710 രൂപ. പക്ഷേ ഈ കിട്ടിയ സ്പാർക്ക്, മീറ്റിങ്ങുകളിൽ നിന്നും കിട്ടിയ ഒരു സ്പാർക്ക്, ടീം ഡെവലപ്മെന്റ് എന്ന ഒരു ഐഡിയയിലേക്ക് ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്, അല്ലെ? പലരും തളരുന്നത് റിജക്ഷനിലാണ്. ഒരുപാട് പേര് നമ്മൾ ചെല്ലുമ്പോഴേക്കും എന്നോ നിങ്ങൾക്ക് വേറെ പണിയില്ല, ഇങ്ങനെ ജോയിനിങ്ങും പറഞ്ഞ് നടക്കണേ, എന്താ RCM അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ അവരെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവും. മാഡത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, എത്ര റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ ഓരോ റിജക്ഷനും നമ്മൾക്ക് നൽകുന്നത് ഓരോ എനർജി ആയിട്ടാണ്. കാരണം ഞാൻ ഇനിയും പഠിക്കാനുണ്ട്, ഞാൻ ഇനിയും നന്നായിട്ട് പറയാൻ എക്സ്പേർട്ട് ആവാനുണ്ട് എന്നുള്ള റിയാലിറ്റി, അല്ലെ? പറഞ്ഞു തന്നെയാണ് എക്സ്പേർട്ട് ആവണം. അങ്ങനെ പറഞ്ഞ് എക്സ്പേർട്ട് ആയ കുറച്ച് ലേഡീസിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. സ്റ്റാർ പേൾ ഏകദേശം 1 lakh സാലറി വാങ്ങിക്കുന്ന ലേഡി ലീഡേഴ്സ്. ഓക്കെ, സജിത ചന്ദ്രൻ അവരിന്ന് ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ RCM ചെയ്തു പോരുകയാണ്. അതുപോലെ കോട്ടയത്ത് നിന്നുള്ള ബിന്ദു മാഡം ഇന്ന് അവിടെ കോട്ടയത്ത് തന്നെ നല്ല രീതിയിൽ ഒരു RCM ഔട്ട്ലെറ്റ് നടത്തുന്ന ഒരു ലേഡി കൂടിയാണ്. മാഡം എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട് കിട്ടിയത് 845 രൂപ. മാഡം ആദ്യം തന്നെ സെയിൽസിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഒരുപാട് വീടുകളിൽ വണ്ടിയായിട്ട് പോയിട്ട് അവിടെ സെയിൽ നടത്തുക, നല്ല പോലെ സെയിൽ ചെയ്യായിരുന്നു ഒരുപാട് വീടുകളിൽ. അങ്ങനെ കിട്ടിയ ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു എന്നാ, അല്ലെ? കൺസ്യൂമർ ഗ്രൂപ്പിലൂടെ അവർക്ക് കുറച്ച് 1-2 ലീഡേഴ്സ് ക്രിയേഷൻ ആയപ്പോഴേക്കും അല്ലെ ആ ടീം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് ഇന്ന് എമറാൾഡ് പിന്നിലേക്ക് കാലുകുത്തി നിൽക്കുകയാണ് നമ്മളുടെ ഈ ബിന്ദു മാഡം. ഓക്കെ, സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, പക്ഷെ അവർക്ക് അസാധാരണമായിട്ട് RCMന്റെ വിഷൻ കാണാൻ സാധിച്ചു. ഞാൻ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ 1 ലക്ഷം രൂപ സാലറി ഒക്കെ വാങ്ങുന്ന ഒരു ലേഡി ആയിട്ട് മാറും, അല്ലെ? ഷോപ്പിലൂടെ കിട്ടുന്ന വരുമാനമൊക്കെ കൂടി കുട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നവർക്ക് എത്ര വരുമാനം കിട്ടും എന്നുള്ളത്, അല്ലെ? ആ തരത്തിലെ ആ ഒരു കുടുംബത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, ശരിക്കും RCM ലീഡർ ഒരു കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, സ്വന്തം കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല എടുക്കുക, ഒരുപാട് കുടുംബങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളുടെ ഈ പിൻ ലെവലിൽ കയറി വരുന്നുണ്ട്. എത്രയോ പേരെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റിയ ഒരു വ്യക്തിത്വം, അല്ലെ? തുടക്കത്തിൽ കിട്ടിയത് 845 രൂപ. നിങ്ങൾ ആലോചിക്കണം, അതിൽ നിന്നൊക്കെ ക്ഷമയോടുകൂടി റിജക്ഷനെയൊക്കെ നേരിട്ട്, എതിർപ്പിനെയൊക്കെ നേരിട്ട് ഈ ഒരു വലിയ ലേഡി ലീഡർ പദവിയിലേക്ക് ഉയർന്ന കുറച്ച് താരങ്ങൾ.
അതുപോലെ സ്റ്റാർ പേൾ മിസ്സസ് വീണ മണികണ്ഠൻ, മാഡത്തിനെ ഞാൻ തുടക്കം മുതൽ കണ്ടിട്ടുള്ളതാണ്. അതൊരു സ്വകാര്യ സ്കൂളില് ഈ 2000 രൂപ എങ്ങാണ്ട മാഡം എന്നോട് പറഞ്ഞത് സാലറി ഉണ്ടായിരുന്നുള്ളൂ. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. മാഡത്തിന് RCMയിലൂടെ ആദ്യം കിട്ടിയ സാലറിയാണ് 600 രൂപ. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, ആ സമയത്ത് കിട്ടിയ കമ്മീഷൻ ആയിരിക്കാം. പക്ഷേ പിന്നീട് ഇതുപോലെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. അതിൽ കിട്ടിയ ആ ഒരു ഏതോ ഒരു മീറ്റിങ്ങിൽ കിട്ടിയ സ്പാർക്ക് ആ 2000 രൂപയുടെ ജോലി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ RCM ഫുൾ ടൈം ഒരു പ്രൊഫഷനാക്കി എടുത്തു. പിന്നീട് അവരുടെ ഭർത്താവ് മണികണ്ഠനും കൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ ഒരു അഭിയാനിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയാ സ്റ്റാറ്റസേ അങ്ങോട്ട് മാറി. പിന്നെ ഓരോ പടവുകൾ അല്ലെ താണ്ടി താണ്ടി കയറി ഇപ്പോൾ ഇന്ന് സ്റ്റാർ പേൾ എന്നുള്ള ഒരു പൊസിഷനിൽ വിജയിച്ചു നിൽക്കുന്നു. അതുപോലെ സ്റ്റാർ പേൾ ബിജു സനിൽ മാഡം, ബിജു സനിൽ മാഡത്തിന് ഒരു പക്ഷേ നിങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നത് തന്നെയായിരിക്കും. തൃശ്ശൂരുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു ലേഡി ലീഡർ തന്നെയാണ് ബിജു സനിൽ മാഡം. നല്ല രീതിയിൽ ഷോപ്പ് ഒരു നല്ലൊരു ടീം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമ. അതില് മാഡത്തിന് ഞാൻ എടുത്തു പറയും, കാരണം ഞങ്ങളുടെയൊക്കെ നമ്മളൊക്കെ ആ ഒരു എന്താ പറയാ ഇവിടെ വന്ന് ഒരു ആസ് എ ലീഡർ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്റ്റാർ എമറാൾഡ് പൊസിഷനിൽ എത്തിയ സമയത്താണ് ബിജു സനിൽ മാഡം ഞങ്ങൾക്ക് നമ്മുടെ റൂബി ഗോകുമാർ സാർ ഒരു കർണാടകയിൽ ഒരു പ്രോഗ്രാം ആവശ്യപ്പെട്ടപ്പോൾ ഞാനും മൂർത്തി സാറും കൂടെ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് കർണാടകയ്ക്ക് ബാംഗ്ലൂർക്ക് പോവാം. ആ ട്രെയിനിൽ ഞാൻ കണ്ടു ബിജു സനിൽ മാഡത്തിന്. അപ്പൊ ഞാൻ ബിജു സനിൽ മാഡത്തിനെ എനിക്ക് കുറച്ച് മുമ്പ് ഞാൻ അവിടെ മീറ്റിങ്ങുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാനും ചോദിച്ചു മാഡത്തിനോട്, മാഡം എങ്ങോട്ടാ പോണേ ട്രെയിനിൽ? അപ്പം പറഞ്ഞു ഞാനും ബാംഗ്ലൂരിലേക്കാണ്, നിങ്ങളുടെ മീറ്റിംഗ് അവിടെ ഉണ്ടല്ലോ, ഞാനും വരുന്നു. അപ്പൊ ഞാൻ മാഡത്തിനോട് പോയി പറഞ്ഞു, ഞങ്ങളുടെ മീറ്റിംഗ് ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ മാഡം, പക്ഷെ എന്തായാലും ബാംഗ്ലൂർക്ക് മാഡം എന്തിനാ വരുന്നത്? അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അവരെ കൂടെ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാനാണ് ഞാൻ ഇവിടുന്ന് വണ്ടി കയറി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ, ലേഡീസ് നമ്മൾ വിചാരിക്കും ഒരു എന്താ പറയാ സ്ത്രീകൾ ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ലോക്കാലിറ്റിയിൽ തന്നെ ഇരുന്നിട്ട് ബിസിനസ് കെട്ടിപ്പടുക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ മാർഗങ്ങൾ കിട്ടിയിട്ടുണ്ടോ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, അതൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എവിടെയൊക്കെ പ്രോഗ്രാം നടന്നാലും അല്ലെ, RCMൽ വിജയിക്കണമെങ്കിൽ നമ്മളിത് ചെയ്തേ പറ്റൂ. പ്രോഗ്രാംസ് അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഏത് ലീഡർ നടത്തുന്ന പ്രോഗ്രാം ആയിക്കോട്ടെ, അവിടെ നമ്മൾ അറിയുന്ന ആളുകളെ അവിടെ ഒന്നോ രണ്ടോ ആളുകളെ അവിടെ കൊണ്ടുപോയി ഇരുത്താൻ നമുക്ക് സാധിച്ച നമ്മൾ പറയുന്നതിന്റെ എത്രയോ ഡബിൾ ഡബിൾ എഫക്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് അവരൊരു നല്ല കൺസ്യൂമർ ആയിട്ടെങ്കിലും നമ്മുടെ ടീമിൽ അവശേഷിക്കും അല്ലെ. വർക്ക് ചെയ്യുന്നൊക്കെ പിന്നീട് ഒരുപാട് ഫോളോ അപ്പിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ടാണ് അവർ RCMൽ വർക്ക് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുക്കുക. അതൊരു സ്പാർക്ക് കിട്ടുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതുവരെ അവരൊരു നല്ല കൺസ്യൂമർ ആയിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബിജു സനിൽ മാഡം അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് മാഡത്തിന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തു പോലും നല്ല രീതിയിൽ ടീം ഡെവലപ്പ് ചെയ്ത് പോരുന്ന ഒരു ലേഡി ലീഡർ കൂടിയാണ് ബിജു സനിൽ മാഡം. നോക്കണം, നിങ്ങൾ ആദ്യം കിട്ടിയ രൂപയാണ് 240 രൂപ. ഒരു മകളേ ഉള്ളൂ, മകളുടെ വിവാഹത്തിന് സമ്മാനമായിട്ട് ഈ വീട്ടമ്മ കൊടുത്തതാണ് ഒരു കാറ്. ആലോചിക്കണം, അതൊക്കെ ഇന്നൊരു സ്ത്രീക്ക് എവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ ജോലി കിട്ടിയാലാണ് സാധിക്കുക എന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് കാണണതൊക്കെ കേട്ടോ. ഇനി നമ്മുടെ പുഷ്പലത മാഡത്തിനൊക്കെ ഞാൻ ആദ്യം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു ലെവലിലേക്ക് മാഡം എത്തും എന്നുള്ളത്. കാരണം മാഡം പറയാറുണ്ട് മാഡത്തിന് വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ല, ഒരു സ്ഥലത്തും ഇങ്ങനെ തൊഴിലോ പരിചയങ്ങളോ ആളുകളെ കണ്ടോ ഒന്നും അറിയില്ല. പക്ഷേ ഒരു സ്പാർക്ക്, RCMന്റെ മീറ്റിംഗ് നൽകിയ ഒരു സ്പാർക്ക് അസാധാരണമായി അവരെ ചിന്തിപ്പിച്ചതിന്റെ ഫലമായിട്ട് ആ ഒരു വിഷൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ള വിഷൻ കണ്ടതിന്റെ ഫലമായിട്ട് ഇന്ന് നോക്കൂ, ആ ഒരു ഒതുങ്ങി കൂടിയ വീട്ടമ്മ എവിടെ പോയാലും ഒന്ന് ക്ലാസ് എടുക്കും. ഈ മാഡത്തിന് ഇന്ന് അട്ടപ്പാടിയിൽ വരെ ടീമായി. എവിടെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്ത് ആളുകളോട് RCM പറയാൻ ഒരു മടിയും ഇല്ലാത്തൊരു ലീഡറായിട്ട് ഇന്ന് RCM അവരെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാഡത്തിന് ആദ്യം കിട്ടിയ രൂപയാണ് 256 രൂപ. ഇന്ന് അവരുടെ ലൈഫ് എവിടെ എത്തി? ഒരു 180 ഡിഗ്രി ചേഞ്ച് ആയി RCMയിലൂടെ അവരുടെ ലൈഫ് എന്ന് പറയും. അതുപോലെ വിനീത സുഭാഷ്, വേറൊരു മാഡം അല്ലെ, അവരുടെ ആദ്യം തന്നെ ഈ ഒരു RCM പ്രസ്ഥാനത്തേക്ക് കാല് വെച്ച് വന്നത് അവരാണ്, മാഡം തന്നെയാണ്. സുഭാഷ് സാർ പിന്നീടാണ് വന്നത്. മാഡത്തിന് ആ ഒരു RCM മീറ്റിംഗിൽ കിട്ടിയ സ്പാർക്ക്, അതുപോലെ അവരുടെ ഹസ്ബൻഡിനുണ്ടായ ആരോഗ്യ പുരോഗതി, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് സർക്കാർ ജോലി ആയിരുന്നെങ്കിലും എന്നും ലീവായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം.
പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആ ഒരു ആരോഗ്യ പുരോഗതി വന്ന ശേഷം മാഡം തീരുമാനിച്ച് ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തു. പിന്നീട് ഭർത്താവും അവരോട് കൂടി അസോസിയേറ്റ് ചെയ്തപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് നല്ലൊരു വണ്ടർ വേൾഡ് ക്യുക്ക് തൃശ്ശൂര് കേച്ചേരിയിൽ അവർക്കായിട്ടുണ്ട്. ഇന്നൊരു സ്റ്റാർ പേൾ എന്ന പൊസിഷനിലേക്ക് അവരും എത്തി നിൽക്കുകയാണ്. അധികം വൈകാതെ തന്നെ എമറാൾഡ് എന്ന പൊസിഷൻ അവരെ തേടി നിൽക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ട് വരിക. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ കുറച്ച് പേരുടെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെയാണ് സ്റ്റാർ പേൾ മാജി ജോബ് മാഡം. മാഡത്തിന് ആദ്യം കിട്ടിയ ഇൻകം 236 രൂപ. മാഡം ഇറ്റലിയിലെ ഒരു കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ആ ഇറ്റലിയിൽ നിന്നും വന്ന ഒരു 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 വെക്കേഷന് വന്ന ഒരു വരവില് RCMന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ ഒരു മീറ്റിംഗോടുകൂടി തീരുമാനമെടുത്തു, ഞാൻ ഇനി ഇറ്റലിയിലേക്കില്ല. ഇനി എൻ്റെ സർവീസ്, ഇത്രയും കാലം ഇറ്റലിക്കാരെ ഞാൻ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ സർവീസ് കേരളത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന് ഒരു നല്ല ടീം ഡെവലപ്പ് ചെയ്തിട്ട് മാഡവും ഇന്ന് നമ്മളവിടെ RCMൽ ഇന്നൊരു സ്റ്റാർ ഒരു വലിയ ലേഡി ലീഡർ ആയിട്ട് മാഡവും മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് മാഡം പോവാറുണ്ട്. അല്ലെ, പലരും എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. ഇന്ന് മഴയാണ്, അയ്യോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നാളെ ആവാം. അല്ലെ, ചിലർ എക്സ്ക്യൂസുകൾ പറയാം, എൻ്റെ വീട്ടിലെ മകള് അല്ലെങ്കിൽ മകൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും അവർക്ക് ഭക്ഷണം കൊടുക്കുക, ആ സമയത്ത് ഞാൻ കറക്റ്റ് ഉണ്ടായാലേ എല്ലാം പറ്റുള്ളൂ, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റില്ല. അല്ലെ, പക്ഷെ ഞാൻ ഇപ്പോഴും സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് വല്ല IAS IPS ജോലിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും എക്സ്ക്യൂസ് പറയാറുണ്ടോ? ഇന്ന് മഴയാണ്, ഞാനില്ല, എൻ്റെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവണം, എനിക്ക് വേഗം കഴിഞ്ഞ് വന്നേ പറ്റൂ, പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അതിനേക്കാളും നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമാക്കി വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുള്ളത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളിത് ചെയ്തേ പറ്റൂ. കാരണം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു അവസരത്തിൽ പറയാം. കാരണം ഈ കഴിഞ്ഞ പത്രവാർത്ത നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ഒറ്റ ദിവസമാണ് 900 പേരെ പിരിച്ചുവിട്ട വാർത്ത നമ്മൾ കണ്ടു. ഒരു ദിവസം തന്നെ ഇത്രയും പേരെ പിരിച്ചുവിടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് സമരം ചെയ്തിട്ടാണ്, ഇനി എങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ഉള്ളിൽ തിരിച്ചു കയറാൻ പറ്റുന്നത്? എത്ര പേർക്കാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നത്? ഒരു സെൻട്രൽ ഗവൺമെന്റ് എത്ര പെർസെൻറ്റേജ് ആണ് ആളുകൾക്ക് ജോലി? ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ കാലഘട്ടം എടുക്കുക, നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, കൊടുക്കണം. ഞാൻ പറയുന്ന വിദ്യാഭ്യാസമൊക്കെ നമ്മൾ കൊടുക്കണം. കാരണം അത് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസം കൊടുക്കുക. പക്ഷെ അതോടൊപ്പം കുട്ടികളിലും നമ്മൾ ഈ RCMന്റെ അവയർനെസ് കൊടുത്തോണ്ടേയിരിക്കുന്നു. കാരണം RCM ചെയ്യുന്ന സേവനങ്ങള്, ഈ സേവന മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് സെർവിങ്, അത് സെർവിങ് ദ നാഷൻ ആണ് എന്നുള്ള ബോധം കുട്ടികളിലും കൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അവര് റിയലൈസ് ചെയ്യും എപ്പോഴെങ്കിലും ജീവിതത്തില്, അല്ലെ, അവരുടെ ഒരു സ്വപ്നം എന്താണ്? എന്തെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി കിട്ടി, വലിയ കാറ് വാങ്ങി, വലിയ വീട്. എല്ലാ കുട്ടികളുടെയും സ്വപ്നം അതൊക്കെയാണ്. നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ സ്വപ്നം നല്ലൊരു വീട്, വലിയൊരു വാഹനം, ലംബോർഗിനി, ഇതൊക്കെയാണ് അവരുടെ സ്വപ്നം. നമ്മളെ പോലെ മാരുതിയൊന്നും അല്ല അവരുടെ സ്വപ്നം. അപ്പൊ ആ സ്വപ്നത്തിലേക്ക് അവരെത്തണമെങ്കിൽ പിൽക്കാലത്ത് അവർ തിരിച്ചറിയാണ് അവർ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടൊന്നും അത് നേടാൻ പറ്റുന്നില്ലേ എന്നുള്ള റിയാലിറ്റി അവരറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 30-40 വയസ്സാവുക. അപ്പോഴേക്കും നമ്മൾ കിട്ടുന്ന ഇൻകത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു, അവരുടെ ഫാമിലി വികസിക്കുന്നു, മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നു, പ്രാരാബ്ദം, അല്ലെ, പിന്നെ നമ്മൾ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, പ്രാരാബ്ദം. അതിനൊക്കെ ഒരു സൊല്യൂഷൻ അത് നമ്മൾ ഇപ്പോഴേ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾ സേഫ് സോണിലായി, നമ്മൾ സേഫ് സോണിലായി, പ്രായമാവുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ഇൻകം അങ്ങനെ കിടക്കും. പക്ഷെ അതിനു വേണ്ടത് മടി കൂടാതെ ഇവരെ പോലെ അസാധാരണമായി ചിന്തിച്ച് വർക്ക് ചെയ്യാനുള്ള, RCMൽ കൂടുതൽ പഠിക്കാനും, നമ്മൾ പഠിച്ചത് സമൂഹത്തിലേക്ക് എത്തിക്കാനും, റിജക്ഷൻ ഫേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യം, അല്ല, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ലെവലിലേക്ക് 1 ലക്ഷമൊന്നും അല്ല, അതിലപ്പുറം വാങ്ങിക്കാൻ പര്യാപ്തമാക്കുന്ന വലിയൊരു സിസ്റ്റമാണ് RCM. ഇനി ഞാൻ വ്യക്തിത്വം പറയേണ്ട ആവശ്യമില്ല. എമറാൾഡ് ഷൈനി മാഡം നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. മാഡം ഒരു ടൈലറിംഗ് പ്രൊഫഷണലായിരുന്നു. മാഡം ആദ്യം തന്നെ ഈ സിസ്റ്റത്തിലേക്ക് വളരെ ഉഷാറായിട്ട് കാലുകുത്തിയത്. പിൽക്കാലത്ത് അവരുടെ ഹസ്ബൻഡും അവരൊരുമിച്ച് ഫാമിലി ആയിട്ട് RCM ചെയ്തു പോന്നു. ഇന്ന് മാഡം എന്ന് പറഞ്ഞാല് ശരിക്കും എമറാൾഡ്, അല്ലെ, എന്താ പറയാ, എമറാൾഡ് ലീഡേഴ്സിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 1-1.5 ലക്ഷത്തിന് മുകളിലാണ്.
അത്രയും ഇൻകം ഒരു മാസം നിങ്ങൾ ആലോചിക്കുക. ടൈലറിങ് പ്രൊഫഷനിൽ മാഡത്തിന്റെ ഒക്കെ പഴയ വീട്, നിങ്ങൾ മാഡത്തിന്റെ പഴയ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് മാഡത്തിന്റെ പഴയ വീടും ഇപ്പോഴത്തെ വീടും. അല്ലെ, പണ്ട് ഉപയോഗിച്ചിരുന്ന സൈക്കിളും ഇപ്പൊ ഉപയോഗിക്കുന്ന കാറും എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്തിട്ട്, കാരണം മാഡം ഒക്കെ ഫേസ് ചെയ്ത റിജക്ഷന് കയ്യും കണക്കുമില്ല. കാരണം മാഡം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം കുറവാണ്. അപ്പൊ ആ അവതരണ രീതി ആളുകൾക്ക് പിടിക്കാതെ വരുന്നതും, അല്ലെ, ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ പോരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഫേസ് ചെയ്ത് ധൈര്യത്തോടെ അസാധാരണമായി ചിന്തിച്ചതിന്റെ ഫലമായിട്ട് അല്ലെ ഇന്ന് മാഡം എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർ എമറാൾഡിലേക്ക് കുതിക്കുക. അല്ലേ, നമ്മൾ ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത കേൾക്കാം. ഷൈനി മാഡം ഇനി അടുത്തത് സ്റ്റാർ എമറാൾഡിലേക്ക് പോണ ഒരു ലേഡി ലീഡറും കൂടിയാണ്. ആദ്യം കിട്ടിയ ഇൻകം 81 രൂപ. ആലോചിച്ച് നോക്കുക അല്ലെ, 81 രൂപയിൽ നിന്നും തുടങ്ങിയ പ്രയാണം ഇന്ന് 1,50,000 മുകളില് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, നമ്മുടെ തലമുറകളെ എവിടേക്ക് എത്തിക്കും, അവരുടെ ഫ്യൂച്ചറും കൂടെ സേഫ് ആക്കാൻ ഇന്ന് നമ്മുടെ കയ്യിലെ കുട്ടികളോടൊപ്പം അവരിത് അറിഞ്ഞു വളരണം. ആ തരത്തില് നമ്മൾക്ക് നമ്മളിലൊരു പര്യാപ്തത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെ ഫ്യൂച്ചറും സേഫാണ് എന്ന് ഒരു സഫയർ എന്നുള്ള രീതിയിൽ ഞാനൊരു ഗ്യാരണ്ടി തരാം. പക്ഷെ ഒന്നേ ഉള്ളൂ, പഠിക്കാൻ തയ്യാറാവണം, കേൾക്കാൻ തയ്യാറാവണം, നിരന്തരം ഓൺലൈൻ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവണം, അത് പറയാൻ കൂടി തയ്യാറാവണം, ആളുകളിലേക്ക് ആ സേവനം എത്തിക്കാനായിട്ട് തയ്യാറാവണം. അപ്പൊ നമുക്ക് എമറാൾഡ് ഒന്നുമല്ല, അതിന്റെ അപ്പുറം കുറേ പൊസിഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, വാട്ട് ഡസ് RCM ഗിവ് ടു ദ സൊസൈറ്റി ടുഡേ? ഓക്കെ, അതൊക്കെയാണ്. കാരണം എന്തൊക്കെ ചെയ്തിട്ടാ നിങ്ങളിപ്പോ കുറെ ഫോട്ടോസ് കണ്ടു, ഈ ലേഡി ലീഡേഴ്സ് ഭയങ്കര ക്ലാസ് എടുക്കല, എന്താ ഇവരിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കണേ? അതിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. നീഡ് ഓഫ് യൂസിങ് ആൻഡ് പ്രൊമോട്ടിങ് 100% ഇന്ത്യൻ പ്രോഡക്ട്സ്. അല്ലെ, തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടാവും. കാരണം തുടക്കകാലത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന ഏറ്റവും വലിയ ടൂളാണ് ഇന്ത്യൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ശരിക്കും അധ്യാപികയായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ട്, MSc BEd ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ വിദ്യാഭ്യാസ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന പരസ്യം കണ്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ ബ്രാൻഡുകൾ RCM വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു. അത് ഷാംപൂ ആവട്ടെ, സോപ്പാവട്ടെ, പേസ്റ്റ് ആവട്ടെ, എന്തു ആവട്ടെ, ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൾട്ടിനാഷണൽ കമ്പനികളുടേതായിരുന്നു. പക്ഷേ RCM വന്ന ശേഷമാണ് ആ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ വലിയ അഭിമാനം തോന്നിയത്. കാരണം എന്താണ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ്. ഇന്ന് നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് അധികം ഉൽപ്പന്നങ്ങളും അല്ലേ, നമ്മുടെ ഭിൽവാരയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ കാണും. ഭിൽവാരയിൽ മാത്രമല്ല, ഇന്ന് പല സ്റ്റേറ്റുകളിലായിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാന്റുകളുണ്ട്. അല്ലെ, ഇങ്ങനെ നമുക്ക് പല സ്റ്റേറ്റുകളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുക. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രൊഡക്ഷൻ പ്ലാന്റുകൾ നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ളത് കാണാം. അത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇന്ത്യൻ പൗരൻ, പ്രത്യേകിച്ച് ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ ആ ഒരു ഓഗസ്റ്റ് 15 അതുപോലെ ജനുവരി 26 ദിവസങ്ങളിലൊക്കെ അങ്ങനെ സജ്ജമാക്കി വെക്കുക സല്യൂട്ട് അടിക്കാനായിട്ട്. എന്തിനാണ്? ആ പതാക ഉയർത്തുന്ന ഭയങ്കര അഭിമാനമാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എന്നെ സംബന്ധിച്ച് ഡബിൾ അഭിമാനമായിരുന്നു. കാരണം എന്താ, ഞാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടാണ് ആ പതാകയ്ക്ക് വേണ്ടി സല്യൂട്ട് അടിക്കുന്നത്. പക്ഷെ മറ്റു പലരും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ സല്യൂട്ട് അടിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നിയിട്ടുള്ളത് RCM വന്ന ശേഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലേഡി ലീഡേഴ്സ് ഇതൊരു പോയിന്റ് ആയിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും, നല്ല അവയർനെസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അതുപോലെ അടുത്തതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും പ്രിവിലേജ്ഡ് പർച്ചേസ് ഫോർ ഓൾ ഇന്ത്യൻസ്, അല്ലെ, എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ള ഒരു പ്രിവിലേജ്ഡ് പർച്ചേസ്. നിങ്ങൾ ഇതിൽ നോക്കുക, മാർക്കറ്റ് റേറ്റിലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ, 13 ഉൽപ്പന്നങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ഇതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇതിനേക്കാളൊക്കെ വില കൂടിയിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ PPT ആണ്. ശകലം വ്യത്യാസം ഇപ്പം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണവർ ശ്രദ്ധിക്കുക. അല്ലെ, ഇതിൽ ചെറിയ കറക്ഷൻ മാർക്കറ്റ് റേറ്റിൽ നിങ്ങൾ മാറ്റണം. കാരണം ചെറുതായിട്ട് ഇപ്പൊ ചക്കി ഫ്രഷ് ആട്ടയുടെ ഒക്കെ വില കൂടിയിട്ടുണ്ട്, ചിലതിൻ്റെയൊക്കെ ഏതാണ്ട് ശകലം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് കൂട്ടി വെക്കുകയാണെങ്കിൽ ശരിക്കും 2335 ഒന്നുമല്ല, അതിലേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കത് കാണാം. 13 ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് റേറ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് മേടിക്കുമ്പോൾ 2335 രൂപയാവുന്നുണ്ടെങ്കിൽ RCM മെമ്പർഷിപ്പ് എടുത്ത ആൾ, ആ മൂന്നാമത്തെ കോളത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. മെമ്പർഷിപ്പ് എടുത്ത ആളുടെ കാര്യം ഞാൻ പറയുന്നത്.
പറയുന്നത്. രണ്ടാമത്തത് RCM മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകളുടെ MRP റേറ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഇന്നെ കേൾക്കുന്നവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തവരാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മൂന്നാമത്തെ കോളത്തിൽ നോക്കിയാൽ മതി. ഏകദേശം നമ്മൾ ഒരു സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് RCM മെമ്പർഷിപ്പിലൂടെ കൊടുക്കുന്നത് 1000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സേവനം അല്ലെ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനാണത്. പ്രിവിലേജ്ഡ് പർച്ചേസ്. എനിക്കും മോത്തി സാറിനും, ഞങ്ങളൊക്കെ എയർഫോഴ്സിലും ആയിരുന്നുകൊണ്ട് ഇപ്പൊ ഇന്ന് കേൾക്കുന്നവരിൽ എയർഫോഴ്സിലുള്ളവരോ ആർമിക്കാരോ പോലീസുകാരോ അല്ലെ പട്ടാളക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടാവാം. അതിൽ പോലും ഒരു ചെറിയ ഒരു കുതിപ്പ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ തരത്തിലുള്ള ഒരു ചെറിയ തരത്തിൽ ഒരു ഡിസ്കൗണ്ട് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ക്യാൻറ്റീൻ കാർഡുള്ള ഞങ്ങൾക്കുള്ളൂ. പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രിവിലേജ്ഡ് പർച്ചേസ് ആണ് ഫോർ ഓൾ ഇന്ത്യൻസ്. അത് ഞങ്ങൾ കുറച്ചു പേർക്കാണ് ക്യാൻറ്റീൻ കാർഡ് എങ്കിൽ ഇവിടെ നിങ്ങൾ എല്ലാവർക്കും, എല്ലാ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്കും ഉള്ള ക്യാൻറ്റീൻ കാർഡാണ് നമ്മുടെ RCM മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. കേവലം ഒരു ക്യാൻറ്റീൻ കാർഡ് മാത്രമാണോ RCM മെമ്പർഷിപ്പ്? പലരും ആ RCM മെമ്പർഷിപ്പിന്റെ വാല്യൂ അറിയണില്ല. രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ RCM ID നമ്പർ ഒന്ന് വായിച്ചു നോക്കും അല്ലെ. നമ്മുടെയൊക്കെ ലൈഫിനെ 180 ഡിഗ്രി തിരിക്കാനായിട്ട് കഴിവുള്ള മാജിക് നമ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. പലർക്കും അത് കാണാതെ പറയാൻ പോലും അറിയുന്നുണ്ടാവില്ല. ചിലരൊക്കെ മൊബൈലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്നിട്ട് ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യും, കടയിൽ പോയിട്ട് അതിൽ നോക്കി ഞാനിത് വാങ്ങിച്ചതിന്റെ ഒരു ബില്ലടിക്കണമെങ്കിൽ ഈ നമ്പർ നോക്കി പറയും. നമ്മുടെ ഹൃദയത്തിൽ ആ നമ്പർ ഉണ്ടാവണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ആ നമ്പർ നമ്മളുടെ ഹൃദയത്തിൽ കിടക്കുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പായിട്ടും രാവിലെ എണീക്കുമ്പോഴും ആ നമ്പർ നോക്കുക. ഇറ്റ്സ് എ ഗോൾഡൻ നമ്പർ ഇൻ യുവർ ഹാൻഡ് അല്ലെ. നിങ്ങളുടെ ലൈഫിനെ അത് എങ്ങനെയൊക്കെ മാറ്റും എന്ന് നിങ്ങൾക്ക് ശരിക്കും അതിനെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാല് പലരും RCM മെമ്പർഷിപ്പ് എന്താന്ന് പോലും അറിയില്ല. ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തില് 100% ആരോഗ്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നിങ്ങളുടെ തലമുറകളുടെ സുരക്ഷയും ഉറപ്പാക്കുന്ന ഗ്യാരണ്ടി വാറണ്ടി ഉള്ള ഒന്നാണ് നിങ്ങളുടെ കയ്യിലുള്ള RCM മെമ്പർഷിപ്പ് എന്ന് പറയും. പലരും അതിനെങ്ങനെ നോക്കി പരത്തി അറിയുന്ന പോലും ഇല്ല എന്തിനാണത് അല്ലെ. എന്റെ ലീഡർ നിർബന്ധിച്ചു, ഞാൻ ജോയിൻ ചെയ്തു, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി, കുറച്ച് ചന്ദനത്തിരി വാങ്ങി, ദാറ്റ്സ് ഓൾ അല്ലെ. ചിലർക്ക് മുട്ടുവേദന ആയിരിക്കാം, അവർ ന്യൂട്രിചാർജ് BJ വാങ്ങിയിട്ടുണ്ടാവും, അതോടുകൂടി കഴിഞ്ഞു. ചിലർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമായിരിക്കാം, ഗാമോറൈസനോൾ വാങ്ങിയിട്ടുണ്ടാവും, അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ തലമുറകളുടെ സുരക്ഷയ്ക്കുള്ള ഗ്യാരണ്ടിയുള്ള നമ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിനെ ഗോൾഡൻ ലിപികളിൽ എഴുതി വേണം വായിക്കാൻ അല്ലേ. എനിക്കൊക്കെ നമ്മളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ID നമ്പർ എന്ന് പറയുന്നത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്കറിയാം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനെ മാറ്റി മറിച്ചത് ആ ID നമ്പറാണ് അല്ലേ. അതിനുള്ള ഇമ്പോർട്ടൻസ്. അതുപോലെ ഇതൊക്കെ നമ്മുടെ ലേഡി ലീഡേഴ്സ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ലേഡി ലീഡേഴ്സ് മാത്രമല്ല, ഇന്ന് ഉയർന്നു വന്ന് നിങ്ങൾ ഏത് പൊസിഷനിൽ കാണുന്ന സഫയർ ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും അവരൊക്കെ ഇന്ന് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് പ്രിവിലേജ്ഡ് പർച്ചേസ് ഫോർ ഓൾ ഇന്ത്യൻസ് ഇത് എത്തിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. വില വ്യത്യാസം, അതുപോലെ 6 മാസം നമ്മുടെ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായിട്ട് ഈ സ്ലാബുകളിൽ വാങ്ങുന്നവരുണ്ടാവും. ചിലർ 1500 PV ആയിരിക്കാം, ചിലർ 2500 PV ആയിരിക്കാം, ചിലർ 5000 PV ആയിരിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റുകൾ 10,000-ന് വാങ്ങിക്കുന്ന ആളുകൾക്ക് 3000 രൂപ കിട്ടുന്നു. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം കാൽക്കുലേഷൻ ആണ്. 8ാമത്തെ മാസം നമ്മളുടെ അക്കൗണ്ടിൽ 3000 രൂപ കിട്ടുന്നു. ഇഫ് യു ആർ പർച്ചേസിങ് 10,000 PV, 25,000 PV ചെയ്യണവർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. 12,500 രൂപ കിട്ടിയവരുണ്ട്. അതുപോലെ 50,000 ചെയ്യണവരുണ്ട്. 30,000 കിട്ടിയവരും ഈ കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഇതൊക്കെ കഴിവുള്ളവരുണ്ടാവാം അല്ലെ. അല്ലാതെ ഒരു കൺസ്യൂമർ ആയിട്ട് നിൽക്കുന്നവര് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5000 PV ആയിട്ടുണ്ടാവും. എന്തൊക്കെ വേണം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ ഇന്ന് RCM ഉണ്ട് അല്ലെ. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇന്ന് RCM. അവിടെ പെയിന്റിൽ വരെ നമ്മൾ എത്തിയിരിക്കുക. സ്വന്തം വീടിന് വേണ്ടിയിട്ട് പെയിന്റ് അടിക്കാനുള്ള പെയിന്റ് വരെ TCG സ്വന്തമായിട്ട് നമ്മുടെ കമ്പനി വികസിപ്പിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇതൊക്കെ പഠിക്കാനും പറയാനും ഒരു ഇത്തിരി നമ്മളൊന്ന് മെനക്കെട്ടാ മതി. നമ്മുടെ ലൈഫ് മാറി മറിയണത് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരിക്കും. ഓക്കെ, ഇനി റിച്ച്നെസ് ഓഫ് RCM. എന്തിനാണ് RCM, എന്തുകൊണ്ട് നമ്മൾ ഇന്നത് പ്രൊമോട്ട് ചെയ്യേണ്ട, അതിന്റെ കുറച്ച് 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഹെൽത്ത് കാർഡ് ഫിസിക്കലി റിഫൈൻഡ് ഓയിൽ ഞാൻ പറഞ്ഞു 2008 ലോഞ്ച് ചെയ്തത്. ഇതിന് കിട്ടിയ പുരസ്കാരങ്ങൾ അല്ലെ, അതിന്റെ MD ആയിട്ടുള്ള നമ്മുടെ AP ശർമാജിയാണ്. അദ്ദേഹം വാങ്ങിച്ച പുരസ്കാരങ്ങൾക്ക് ഒരു കയ്യും കണക്കൂല. അതും ദേശീയ തലത്തില് പ്രസിഡന്റുമാരിൽ നിന്നും പ്രധാനമന്ത്രിമാരിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുള്ള അവാർഡുകൾ നിരവധിയാണ്.
അല്ലെ, നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം നിന്നൊക്കെ അവാർഡ് വാങ്ങിക്കുന്നു. ബെസ്റ്റ് ഭക്ഷ്യ എണ്ണയ്ക്ക്, ഏറ്റവും നല്ല ഭക്ഷ്യ എണ്ണയ്ക്കുള്ള അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ പ്രൊഫസർ KV തോമസ്, നമ്മുടെ അഗ്രികൾച്ചർ ഹോണറബിൾ മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹത്തിൽ നിന്നൊക്കെ അവാർഡ് വാങ്ങിക്കുന്നു, ബെസ്റ്റ് ഭക്ഷ്യ അവാർഡ് വാങ്ങിക്കുന്നു. അതുപോലെ പഞ്ചാബ് ചീഫ് മിനിസ്റ്ററിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റിൽ നിന്നും അവാർഡ് വാങ്ങിക്കുന്നു. മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൽ നിന്നും അവാർഡ് വാങ്ങിക്കുന്നു. ഇതൊക്കെ വർഷമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, 2014. ഇങ്ങനെ തുടർച്ചയായിട്ട് അവാർഡുകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യ എണ്ണയാണ് ഇന്ന് നിങ്ങളൊക്കെ വീടുകളിൽ പാചകം ചെയ്യുന്നത്. എല്ലാവരും ഹെൽത്ത് കാർഡ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു ആരോഗ്യ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഭക്ഷ്യ എണ്ണയാണ് ഹെൽത്ത് കാർഡ് ഓയിൽ. കാരണം അതിന് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ RCMലെ ഒരു ടേണിംഗ് പോയിന്റ് ആരോഗ്യം എന്നുള്ള ടോപ്പിക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തുടക്കകാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഹെൽത്ത് കാർഡ് ഓയില. ഇന്ന് തുടക്കാലം മുതൽ ഇന്ന് വരെ അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെ, ഇനി അതിനൊരു ബിസിനസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെ, ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ചു, പക്ഷെ നമുക്ക് ഇത്തിരി തുട്ട് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ധാരാളം തട്ടുകടകളിൽ അവർക്കൊരു അവയർനെസ് കൊടുത്തിട്ട്, പ്രത്യേകിച്ചും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ പ്രൊമോട്ട് ചെയ്ത ലീഡേഴ്സ് ധാരാളമാണ്. അതുപോലെ ഹോട്ടലുകളിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഒരു വലിയൊരു നെറ്റ്വർക്കിലേക്ക് ഇന്ന് ഹെൽത്ത് കാർഡ് ഓയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗാമോറൈസനോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇന്ന് എന്നെ കേൾക്കുന്ന പലരും ഇതിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു റിസൾട്ടാണ്, അല്ലെ, നമ്മുടെ ഡോക്ടർ ദിനേശ് ബാബു സാറിൽ നിന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന ഒരു പേഷ്യന്റിന് ഈ ഗാമോറൈസനോൾ രാവിലെ 2 ഉച്ചയ്ക്ക് 2 രാത്രി 2 കൺസ്യൂം ചെയ്ത ശേഷം അവരിലുണ്ടായ മാറ്റം, അല്ലെ, പിന്നീട് അവരുടെ ആ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആ ഒരു സെല്ലുകളുടെ എണ്ണം കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് ഒന്ന് ആലോചിച്ച് നോക്കത്. ഇതൊക്കെ എവിടെ കാണുന്ന മാജിക്കാണ്. എന്ത് ചെയ്താലാണ് ഇങ്ങനത്തെ മാജിക് ഇന്നത്തെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഒന്ന് കൂടി വരുന്ന കാലഘട്ടത്തിൽ, അല്ലെ, മാരകമായ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് എന്നൊരു പനിയും ജലദോഷവും വരുന്ന പോലെ. അതിന്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ പോയി നോക്കണം, എത്ര പേഷ്യൻസ്, എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്, എത്ര കുട്ടികളുടെ ലെവലിൽ വരെയുന്നതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലൈഫിലെ ആ ഒരു നമ്മളൊക്കെ മാറി വന്ന ജീവിതശൈലി രോഗം തന്നെയാണ് ക്യാൻസർ, ഒരു സംശയവും ആ കാര്യത്തില്. അപ്പൊ ഇന്ന് ഗാമോറൈസനോൾ പോലും, നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഗാമോറൈസനോളിന് പോലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. को एक ऑफिशियल वर्ल्ड रिकॉर्ड बनवाने के लिए आप सबका बहुत बहुत शुक्रिया। ये वर्ल्ड रिकॉर्ड एक रोग मुक्त भारत की तरफ एक बहुत बड़ा कदम है। അല്ലെ, നമ്മൾ ശരിക്കും പറഞ്ഞ പ്രൗഡായിട്ട് വേണം RCMൽ നിൽക്കണമെങ്കിൽ. കാരണം വേൾഡ് റെക്കോർഡ് കിട്ടിയ ഉൽപ്പന്നം പോലും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, ഗാമോറൈസനോൾ. എന്താ കാരണം? ഏറ്റവും കൂടുതൽ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഏക ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നം ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി ഗാമോറൈസനോൾ. യെസ്. ഇനി അടുത്തത് ന്യൂട്രിചാർജിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളോട്. ഇന്ന് ധാരാളം പേര് എന്നെ കേൾക്കുന്നവർ റിസൾട്ട് കിട്ടിയവർ തന്നെയാണ്, അല്ലെ. നോക്കൂ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗാമോറൈസനോളിനും ഇതുപോലെ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. Of protein shake, and it therefore gives me great pleasure to officially recognize a new Guinness World Records title. മേരാ ചാർജ് ന്യൂട്രി ചാർജ്, അല്ലെ. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ 2 ഉൽപ്പന്നങ്ങൾ എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ന്യൂട്രി ചാർജ് വുമൺ, അല്ലെ. ജസ്റ്റ് കുറെ 24 ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഇതില് ന്യൂട്രി ചാർജ് വുമൺ തന്നെ, എന്താ പറയാ, ഇത്രയും വലിയൊരു നിങ്ങളൊരു ന്യൂട്രിചാർജ് വുമൺ ഒരു ലേഡിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സേവനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ എടുത്തു പറയും, നമ്മുടെ സൈരന്ധ്രി മാഡം ഉണ്ട്. സൈരന്ധ്രി മാഡം ഒരു പ്രാവശ്യം നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ അവാർഡ് വാങ്ങിച്ച കൂട്ടത്തില് ഈ ഹരിപ്പാട് ടീമിൽ തന്നെയുള്ള ആളാണ് സൈരന്ധ്രി മാഡം. വളരെ പ്രൗഡായിട്ട് ഞാൻ മാഡത്തിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം ന്യൂട്രിചാർജ് ഒക്കെ എന്താ പറയാ, മാഡത്തിന്റെ കയ്യിൽ ഒരു പുഷ്പം പോലെയാണ്, അല്ലെ. അപ്പം കാരണം അത്രയേറെ റിസൾട്ടുകൾ,
സ്ത്രീകളിൽ HB ഹീമോഗ്ലോബിൻ കുറവായിട്ട് അത് കൂടിയ റിസൾട്ടുകൾ. എന്തിന് നമ്മൾ 25 വർഷം സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നമുക്ക് RCMൻ്റെതായിട്ടുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത സ്ത്രീകളായിരുന്നു. അന്ന് ആ ഡൊണേഷൻ ക്യാമ്പിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അമൃതയിലുള്ള ഡോക്ടർ, അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്യാമ്പിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം കാണുന്ന ഇത്രയും സ്ത്രീകള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. കാരണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഹീമോഗ്ലോബിൻ വേണം. അത്രയേറെ ഹീമോഗ്ലോബിൻ ഉള്ള അളവില് ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്ന RCMലായിരുന്നു. അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ന്യൂട്രിചാർജ് വുമൺ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. അത് പ്രൊമോട്ട് ചെയ്യുന്ന ലേഡീസിന് ഞാനൊരു ബിഗ് സല്യൂട്ട് ഈ ഒരു അവസരത്തിൽ കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ എടുത്തു പറയും, അവിടെ സുധർമ്മ മേഡം ഉണ്ട്, നമ്മുടെ ഉഷ മേഡം. അല്ലെ? ഉഷ മേഡം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന പ്രോമിസിങ് ലീഡറാണ്. ഡെയിലി മേഡത്തിന്റെയൊക്കെ ഞങ്ങൾ ആ ഒരു സെയിൽ റിപ്പോർട്ട് നോക്കാറുണ്ട്. ഒരുപാട് വണ്ടർ അടിച്ചു നിന്നിട്ടുണ്ട്. ഗാമ ഒറൈസിനോൾ ആവട്ടെ, ന്യൂട്രിചാർജ് ആവട്ടെ, റെക്കോർഡ് സെയിലിലേക്കാണ് മാഡവും ഫാമിലിയും നീങ്ങുന്നത്. അല്ലെ? ഇവർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതുപോലെ വേറൊരു ഉൽപ്പന്നം കൂടെ ഉണ്ട്, ന്യൂട്രിച്ച്. ഇത് നിങ്ങൾ വായിക്കിയത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ബൂസ്റ്റും ഹോർലിക്സും ഇനി ആരോഗ്യപാനീയമല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ പിന്നെ നമുക്കുള്ള ആരോഗ്യപാനീയം എന്ന് പറയുന്നത്? ഇത് പത്രത്തിൽ വന്ന വാർത്ത, ആരും ഇത് കാണുന്ന പോലും ഇല്ല. കുട്ടികൾക്ക് ഇത് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴോ നമുക്ക് വന്ന ആരോഗ്യപാനീയമാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ഇത് ആവശ്യകതയാണ്. ഓരോ കുടുംബത്തിൽ, ഓരോ വീട്ടിൽ ഓരോ കുട്ടികളുണ്ട്. മുതിർന്നവർക്കും കഴിക്കാൻ. കാരണം ഈ കിഡ്സ് കഴിക്കുന്ന മുതിർന്നവരാണ് ഞാനും മൂർത്തി സാറും ഒക്കെ. എന്നെ കേട്ടിരിക്കുന്ന പലരും ഈ ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ് ഇമ്മ്യൂണിറ്റി. ആ ഇമ്മ്യൂണിറ്റിക്ക് ബെസ്റ്റ് പ്രോമിസിങ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ, എന്താ പറയുക, ദൈവീകമായിട്ട് ഈശ്വരനായിട്ട് തന്ന ഒന്ന് തന്നെയാണ് ന്യൂട്രിചാർജ് കിഡ്സ്. അല്ലെ? അതിലെ 10 ബൊട്ടാണിക്കൽസ് മതി, ആ 10 ആയുർവേദ മൂലികകൾ മതി നമ്മുടെ ആ ഒരു ലൈഫിനെ മാറ്റിമറിക്കാനായിട്ടും ചുറുചുറുക്കോടെ RCMലേക്ക് വരാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കഴിച്ചേ പറ്റൂ. മുതിർന്നവരായാലും കുട്ടികളായാലും നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫ് തുടങ്ങുക. ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ കീസോളിലേക്ക് പോവുകയാണ്. കീസോൾ എന്ന വലിയ സെഗ്മെന്റ് ഇതുപോലെ 3 റെക്കോർഡുകൾ നേടിയതാ. ചില്ലറയൊന്നും അല്ല. എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എലൈറ്റ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അത്രയേറെ ഹൈജീൻ അവയർനെസ് ഒക്കെ കൊടുത്തിട്ട്. അല്ലെ? ഇത് ഞാനൊരു വീഡിയോ ആണ്, സമയക്കുറവ് കൊണ്ട് ഞാനിതൊന്നും കാണിക്കുന്നില്ല. കാരണം റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയാണ്. ലിപ്സ്റ്റിക്കുകളിലും അതുപോലെ മേക്കപ്പ് ഉൽപ്പന്നങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഈ വീഡിയോ. അല്ലെ? ഇതിലൊക്കെ 12,000 ഇരട്ടിയിലധികം മെർക്കുറി സാന്നിധ്യം പല മേക്കപ്പ് സാധനങ്ങളിലും ഉണ്ടെന്ന് നമ്മൾ ന്യൂസിലൂടെ കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഏതാണ് നമുക്ക് സേഫ് ആയിട്ടുള്ളത്? ഈ കീസോൾ ബ്രാൻഡിൽ നിന്ന് മേക്കപ്പ് ഉൽപ്പന്നങ്ങളും ഫേഷ്യൽ കിറ്റുകളും സുലഭമാണ്. അല്ലെ? എന്നോടൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞത്, നമ്മുടെ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്ത ശേഷം കസ്റ്റമേഴ്സ് പറയുന്നത് അവർക്കിനി ബ്ലീച്ച് വേണ്ടാന്ന്, നമ്മുടെ ഫേഷ്യൽ കിറ്റ് മാത്രം മതിയെന്ന്. കാരണം അത്രയേറെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഫേഷ്യലായിട്ട് അവരുടെ മുഖം മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് ആ കൺസ്യൂമർ തന്നെ പറയുന്ന ഒരു കാര്യം ആ ഒരു ബ്യൂട്ടീഷ്യൻ എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മറ്റു മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ശരിക്കും ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട് പല ഫാമിലികളിലും. അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുക, നമ്മൾ അവയർനെസ് കൊടുക്കുക. TCG അതാ പറയണത്, ഗിവ് അവയർനെസ്. സാനിറ്ററി പാഡുകളിലെ രാസസാന്നിധ്യം ക്യാൻസറിനും മന്ദിതയ്ക്കും കാരണമായേക്കാം വന്നിട്ടുണ്ട് മാതൃഭൂമിയിലെ, മനോരമയിലെ. അതിലൊരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രമുഖ സാനിറ്ററി പരസ്യത്തിൽ കാണുന്ന പ്രമുഖ സാനിറ്ററി ബ്രാൻഡിലാണ് ഏറ്റവും കൂടുതൽ രാസസാന്നിധ്യം. ഞാനത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഏതാണ് ആ പ്രമുഖാന്ന്. അല്ലെ? എന്നിട്ട് പോലും നമ്മളിതൊന്നും അറിയാതെ ഇന്ന് സൊസൈറ്റിയിലെ ആളുകൾ ധാരാളം ഇതൊക്കെ യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് സേഫ്? ഹാപ്പി പീരിയഡ്സ് നോട്ട് എ ഡ്രീം എനിമോർ. ഞാൻ ഈ ഒരു സാനിറ്ററി പാഡ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആനിയോൺ സ്ട്രിപ്പ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പറയുന്ന അവരുടെ റിസൾട്ട് 7 ദിവസം നീണ്ട പീരിയഡ്സിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും അല്ലെ ആ ബ്ലഡ് ഫ്ലോ ഒക്കെ സ്മൂത്ത് ആവാനും ഒരു ഹാപ്പി പീരിയഡ്സിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇന്ന് നമുക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു കീസോൾ അഡ്വാൻസ് സേഫ് ആൻഡ് ലോങ്. അതിന്റെ കൂടെ ഇന്റിമേറ്റ് വാഷും അതുപോലെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണും കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും അല്ലെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ്. അതുപോലെ കീസോൾ ഉഡാൻ കോഴ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉഡാൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓരോ സ്ത്രീയും പെൺകുട്ടിയും ചെയ്യേണ്ട കോഴ്സാണ്. ഓരോ സ്ത്രീകളും പെൺകുട്ടികളും ചെയ്യേണ്ട കോഴ്സ്. 2500 SP ആണ് അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല ആളുകളോട്. ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങാൻ പറയാ, ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങാൻ പറയാം. 2500 SPക്ക് മുകളിൽ പോകും.
ഒരു ഓക്കെ, കാരണം ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് നമ്മളെ കയ്യിൽ പ്രാക്ടിക്കലി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. മേക്കപ്പ് പഠിപ്പിക്കുന്നുണ്ട്, ഫേഷ്യൽ പഠിപ്പിക്കുന്നുണ്ട്, സാനിറ്ററി പാഡിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രാക്ടിക്കലായിട്ട് സാധനങ്ങൾ ഉണ്ടാവണം. അപ്പൊ ആളുകളോട് എന്ത് പറയാ, ഒരു ഫേഷ്യൽ കിറ്റ് കരുതാൻ പറയാ, മേക്കപ്പ് കിറ്റുകളിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുക, അതും കരുതുക, നമ്മുടെ സാനിറ്ററി പാഡും കൊടുക്കുക. ഇത്രയാവുമ്പോൾ തന്നെ 5000 SP ആവുന്നുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ 2500 SP അവർക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ ശരിക്കും തികയില്ല ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട്. കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് പ്രാക്ടിക്കലി പ്രയോഗിക്കുമ്പോഴാണ് ശരിക്കും ഈ ഉഡാൻ കോഴ്സ് ഒരുപാട് സാർത്ഥകമാവുന്നത്. ഞാൻ ഈ ഉഡാൻ കോഴ്സിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അധ്യാപികയായിട്ട് എനിക്ക് ഒരുപാട് കോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ ഉഡാനിലൂടെയാണ് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാനും ഒരു ബ്യൂട്ടി പാർലറിലും പോവാതെ സെൽഫായിട്ട് ഫേഷ്യൽ ചെയ്യാനും ആരും ഡിപ്പെൻഡ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ പഠിച്ചത്. നമ്മുടെ ഇന്നർ വെയേഴ്സിനെ കുറിച്ചാണെങ്കിൽ പോലും എന്താണ് എങ്ങനെയാണെന്നൊക്കെ കൂടുതൽ അവയർനെസ് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു കോഴ്സാണ് ഉഡാൻ. ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഒരുപാട് പേര് ഉഡാൻ കോഴ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതൊരു കീസോൾ ഔട്ട്ലെറ്റിൽ അവർ സക്സസ് നേടിയ ഒരു ലേഡി ലീഡർ പറയുന്ന അവരുടെ അനുഭവ കഥയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം, സമയക്കുറവ് കൊണ്ട് പ്ലേ ചെയ്യണില്ല. അതുപോലെ ഗുഡ് ഡോട്ട് ഒരു വലിയ സെഗ്മെന്റ് ആണ്. ഇന്റർനാഷണൽ ലെവലിൽ 2ാം സ്ഥാനം നേടിയ വലിയ ഒരു ശാഖയാണ് ഗുഡ് ഡോട്ട്. കാരണം ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാൻ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ശാഖയാണ് ഗുഡ് ഡോട്ട്. അതുകൊണ്ട് തന്നെ ഗുഡ് ഡോട്ടിന് നാഷണൽ ലെവലല്ല, ഇന്റർനാഷണൽ ലെവലിൽ 2ാം സ്ഥാനം നൽകിയിട്ട് ആദരിക്കുന്ന ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല, സമയക്കുറവ് കാരണം. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ ഗുഡ് ഡോട്ടിൽ ഒരു ILCT കോഴ്സ് ഉണ്ട്, ഒരു ഫീസും ഇല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അത്. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ അല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ കുക്കിംഗ് പഠിക്കുക. ഇന്നലെ നമ്മുടെ ലേഡീസ് പഠിച്ചതാണ് കുൽഫി ഉണ്ടാക്കാനായിട്ട്. അതിനു മുമ്പ് അവര് അടിപൊളി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പഠിച്ചു. അതിനു മുമ്പ് അവരൊരു ബർഗർ ഉണ്ടാക്കാൻ പഠിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രീ ആയിട്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ സൺഡേ വീട്ടിലിരിക്കുന്ന സമയത്തോ ഒക്കെ എന്താ പറയാ, ഈ ഇന്റർനാഷണൽ ലെവലിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ രുചിയിൽ കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ പല രോഗികളോടും പറയാറുണ്ട് ഡോക്ടേഴ്സ്, സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഹോർമോണിന്റെ ഒക്കെ ഇംബാലൻസ് ഉള്ളവരോട് പറയാറുണ്ട് റെഡ് മീറ്റ് ഒഴിവാക്കാൻ. അല്ലെ, ഹാർട്ട് പ്രശ്നം ഉള്ളവർ, കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരോടൊക്കെ റെഡ് മീറ്റ് ഒഴിവാക്കാൻ പറയാറുണ്ട്. ആരെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് പോണ മീറ്റൊന്നും നമ്മൾ അത് നിർത്താറില്ല. പക്ഷെ അവിടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഗുഡ് ഡോട്ട്. അതിൽ തന്നെ എടുത്തു പറയാം വെജ് വൈറ്റും പ്രോട്ടീസും. നമുക്കിന്ന് ചിക്കൻ രീതിയിലോ ബീഫ് രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാൻ ഈ ഒരു ILCT കോഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ധാരാളം നമ്മുടെ കൺസ്യൂമേഴ്സ് ധാരാളം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരിലേക്ക് ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്താൽ അതിലൂടെ ബിസിനസ് പരമായിട്ടും സേവനപരമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ധാരാളമാണ്. ഓക്കെ, അപ്പൊ ഇതും അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. അത് നമ്മുടെ ഗുഡ് ഷെഫ് ആളുകളുടെ ഫോട്ടോസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇവരൊക്കെ ധാരാളം ഇൻകം വാങ്ങിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ കുക്ക് ചെയ്ത്, അല്ലെ. പല സ്ത്രീകളും കുക്കിങ്ങിൽ നല്ല നൈപുണ്യമുള്ളവർക്ക് പോലും ഇവിടെ അവസരമാണ്. അവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ആ തരത്തിൽ ഇൻകം വാങ്ങിക്കുന്ന ലേഡീസ് ഉണ്ട്. അവരുടെ സെലിബ്രേഷൻ ഫോട്ടോസ് ആണ്. ഇതൊക്കെ നടന്നതിൽ നിങ്ങളുടെ അവിടെ ഉള്ള ടീമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങളെയൊക്കെ കാണാനും സാധിക്കും. അതുപോലെ ഇനി ഞാൻ കാണിക്കാൻ പോണത് വെജ് റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഗുഡ് ഡോട്ട് വന്ന ശേഷം. നമ്മുടെ ജിൻഷ മേഡം കോഴിക്കോടുള്ള അവർ തുറന്ന ഒരു ഷീസ് കിച്ചൻ, അത് കുന്നമംഗലത്ത് ഓപ്പൺ ആണ്. അവർ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത് ചില്ലീസ് പ്രോട്ടീസിനാണ്. അതുപോലെ കോഴിക്കോട് തന്നെ ഓൾഡ് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ RCMൽ വരുന്ന അവസരങ്ങൾ, നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങൾ, ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ ആളുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ എവിടെ എത്തും. അതുപോലെ ഹരിത സഞ്ജീവനി ഇന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മണ്ണ് അല്ലെ, മണ്ണ് മോശമാകുമ്പോൾ അല്ലെ, നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ മോശമാകുമ്പോൾ, ഏറ്റവും കൂടുതൽ കെമിക്കൽ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ, അതൊക്കെ തന്നെയാണ് നമ്മളുടെ ആശുപത്രിക്ക് പോകുന്ന പോക്ക് കൂടി വരുന്നതിന്റെ ഒരു പ്രധാന കാരണം. അവിടെ നമ്മുടെ വളങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചാൽ, അല്ലെ കൂടുതൽ കൃഷിക്കാർക്ക് സന്തോഷം നൽകാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് പോകുന്ന ഒരു കാഴ്ച. തൃശ്ശൂരുള്ള സിജിത മേഡാണ് കട്ടപ്പനയിൽ പോയിട്ട് ഏലകൃഷി ഏലത്തിന് എങ്ങനെ വളം കൊടുക്കാമെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അതിലൂടെ അവർക്ക് കിട്ടിയ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന അവരെ ഒരു റോയൽറ്റി ലേഡി ലീഡറാക്കി മാറ്റി. അപ്പൊ ഇതുപോലെയുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ശൈലജ മേഡാണ് എന്റെ തൊട്ടടുത്തുള്ളത്. അവര് നെൽകൃഷി എങ്ങനെ ചെയ്യാം ഹരിത സഞ്ജീവനി ഉപയോഗിച്ചിട്ട്, നമ്മുടെ 4 കിറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് അവരെ പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് നെൽകൃഷിയിൽ അവർക്കുണ്ടായി. ഇതിനൊക്കെ വീഡിയോസ് വരാൻ പോണേയുള്ളൂ. ഇതൊക്കെ നമ്മളൊന്ന് നമ്മുടെ ടീമിനെ കാണിച്ചു കൊടുത്താല്, പറഞ്ഞു കൊടുത്താല് അല്ലെ, നെൽകൃഷിയിൽ ഉണ്ടാവുന്ന. അതുപോലെ തന്നെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ് അടുത്തത് ഒവീറ പെയിന്റ് അല്ലെ, അതൊക്കെ അടിച്ച ഭവനങ്ങൾ. ഒവീറ പെയിന്റ് നമ്മുടെ സ്വന്തം പെയിന്റ്, നമ്മുടെ RCM കമ്പനി ഡെവലപ്പ് ചെയ്ത പെയിന്റ്.
ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ മറ്റ് FMCG ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, ഇത് കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കാക്കനാട് ലാബില് നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ്. ലാബിൽ പോയിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ അവർ പരിശോധിച്ചതിന്റെ ഫലമായിട്ട്, അതായത് ഒരു കൊച്ചിയിലുണ്ടായിരുന്ന ഒരു കൺസ്യൂമർ ഇതുപോലെ അവർക്കൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമേ ഞാൻ എൻ്റെ ഷോപ്പ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ചലഞ്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ കണ്ട് അദ്ദേഹത്തിന് കണ്ണ് തള്ളിപ്പോയി. അങ്ങനെയാണ് അദ്ദേഹം അവിടെ കൊച്ചിയിൽ ഒരു RCMന്റെ ഒരു ഔട്ട്ലെറ്റ് ഇട്ടത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് 2000-2500 രൂപയാണ്. അത്രയൊക്കെ മുടക്കി അദ്ദേഹം നടത്തിയ നിരവധി ടെസ്റ്റ് റിസൾട്ടുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ചോദിച്ചാൽ തരുണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ 2-3 തന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇന്ന് ഓൺലൈൻ സുലഭമാണ്. വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് വരുത്താം. ഓക്കെ, അപ്പൊ ഇത്രയും ഒക്കെ അവസരങ്ങൾ RCMലുള്ളപ്പോ ഇന്ന് നമ്മൾ വേറെ എന്തെങ്കിലും പോണോ? വേറെ പ്രൊഫഷന് പോകേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കുക. ഇത്രയും നല്ല സേവനങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഒരു ലേഡി ലീഡർ ഏത് ഇതിലേക്ക് പോകും? ഇന്ന് ഉയർന്നു വരുന്ന ലേഡി ലീഡേഴ്സ്, പ്രസന്ന വിനോദ് മാഡം അടക്കം, ഞാൻ പ്രത്യേക സീന അശോക് മാഡം, ടെക്നിക്കൽ ലേഡി ലീഡർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ലെവലിലേക്ക്, ഒരു പക്ഷെ അതിനേക്കാളും ഉയരത്തിലേക്ക് ഓരോ സ്റ്റെപ്പുകൾ കടന്നു വരാനായിട്ട് നിങ്ങൾ ഏവർക്കും സാധിക്കട്ടെ. അതായത് സമൂഹത്തിനെ സേവിച്ചുകൊണ്ട് വലിയ ധനികനും ധനികയും ഒക്കെ ആവാൻ ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. RCM JRC. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്താ ക്ലാസ്, എങ്ങനെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പിൻലെവലിലെത്തി എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതായത് RCMലേക്ക് വന്ന്